ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പുറകെ കിടന്ന് തെണ്ടുന്നത്. നാളെ വലിയോടെ നിനക്കൊക്കെ ഇതൊന്നുമല്ല ബിസിനസ് മോട്ടിവേഷൻ. ലോകത്തെ ഓരോ രാജ്യത്തിനും ഓരോ മോട്ടിവേഷനാണ് ബിസിനസ് ചെയ്യുന്നത്. ജാപ്പനീസ് എപ്പോഴും റെപ്യൂട്ടേഷനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് ജപ്പാനിലെ ഇപ്പോഴും റിട്ടയർ ചെയ്യാത്ത മുതിർന്നവർ മാനേജ് ചെയ്യുന്ന 100 വർഷത്തിലേറെ പഴക്കമുള്ള കമ്പനികൾ. അവർ വെറും പ്രോഫിറ്റിന് വേണ്ടിയല്ല, മറിച്ച് അവർ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും നിലനിർത്താൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത്. ഇറ്റാലിയൻസിന് എപ്പോഴും പ്രീമിയം പ്രൊഡക്ട്സിലും മികച്ച ഡിസൈനിലുമാണ് ശ്രദ്ധ. അവർ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും മാർക്കറ്റിലെ റിച്ചർ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനെയാണ്. പിന്നെ അവർ ഒരിക്കലും പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യില്ല. ഇത് അവരുടെ ഫാഷൻ മുതൽ ഓട്ടോമൊബൈൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. ജർമ്മൻസിന് എപ്പോഴും ശ്രദ്ധ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇതിനായി അവർ ധാരാളം ഫണ്ടാണ് ചെലവഴിക്കുന്നത്. ഇതുവഴി അവർക്ക് ഇൻഡസ്ട്രിയിൽ റെപ്യൂട്ടേഷൻ നിലനിർത്താനും എംപ്ലോയീസിന് കൂടുതൽ സ്കിൽസ് ആൻഡ് വാല്യൂ കൊടുക്കാനും സാധിക്കും. അമേരിക്കൻ കമ്പനീസിന് എപ്പോഴും മാർക്കറ്റ് ഷെയറിലാണ് ശ്രദ്ധ. ഇഷ്ടം പോലെ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലാഭത്തിലല്ല, മറിച്ച് മോണോപോളിയിലാണ് കണ്ണ്. ഇതിൽ പറയാത്ത കൺട്രീസിന്റെ മോട്ടിവേഷൻ നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് കമന്റ്.